വെൽക്കം ടു ഫുഡ് റിഫ്ലക്സോളജി. ആഷ്മുഷ് സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ്. ഇന്ന് പറയുന്നത് ഡിപ്രഷനെ പറ്റിയാണ്. ഡിപ്രഷനെ പറ്റി പറയുമ്പോൾ ഫുഡ് റിഫ്ലക്സോളജിയിൽ നമുക്ക് ഡിപ്രഷനെ പറ്റി പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ എഫക്റ്റ്, അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഡിപ്രഷനിൽ ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിനുണ്ടാകുന്നൊരു ശാന്തത അഥവാ സമ്മർദ്ദവും ആശങ്കയും ഒക്കെ കുറച്ച് മനസ്സിനെ നമ്മൾ സമാധാനത്തിലേക്ക് ഒരു റിലാക്സേഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഫുഡ് റിഫ്ലക്സോളജിയിൽ ആദ്യമായിട്ട് നമ്മൾ ഇതിൽ കൂടെ കാണുന്നത്. അതുപോലെ തന്നെ നാഡി സംവിധാനത്തെ നമ്മൾ ഉത്തേജിപ്പിക്കുകയും നാഡികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തി ശരീരത്തിലെ മനസ്സിനും ഊർജ്ജം നൽകുകയും ചെയ്യുന്നതാണ് ഫുഡ് റിഫ്ലക്സോളജിയുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉറക്കക്കുറവുണ്ടാകും. ആ ഉറക്കക്കുറവിനെ മെച്ചപ്പെടുത്താനും മനസ്സിൻ്റെ അമിതമായിട്ടുള്ള പ്രവർത്തനം കുറയുന്നതിനാൽ നല്ല ഉറക്കം ലഭിക്കുകയും ഈ റിഫ്ലക്സോളജിയിലൂടെ സാധ്യമാവുന്നുണ്ട്. അതുപോലെ ഹോർമോണിൻ്റെ ബാലൻസ് മെച്ചപ്പെടുത്താൻ റിഫ്ലക്സോളജിയിൽ വളരെയേറെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. അതേപോലെ തന്നെ സെറോട്ടോണിൻ പോലുള്ള സന്തോഷ ഹോർമോണുകൾ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിലുള്ള മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ആശങ്ക, നിരാശ, കോപം തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഫുഡ് റിഫ്ലക്സോളജിയിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഈ ഡിപ്രഷന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഫുഡ് റിഫ്ലക്സോളജി ചെയ്യുമ്പോൾ വളരെയേറെ ഉപകാരപ്രദമായ രീതിയിൽ നമുക്കതിൻ്റെ റിലാക്സേഷൻ്റെ ഭാഗമായിട്ടും അതേപോലെ ഡിപ്രഷൻ കുറഞ്ഞു വരുന്ന രീതിയിലൊക്കെ സാധ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഫുഡ് റിഫ്ലക്സോളജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഫുഡ് റിഫ്ലക്സോളജി ഇതൊരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റാണ്. അത് ഏറ്റവും നല്ല ഒരു അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക്.